എന്താ ഏട്ടത്തി? ഒരു രക്ഷയില്ലടാ, പുള്ളി അമ്പനും വില്ലിനും അടുക്കുന്നില്ല. തൽക്കാലം നീ ഇത് കഴിക്ക്. ചേടാ, ഒരാളെ സ്നേഹിച്ചവന്റെ പേരിൽ പുറത്ത് ഒളിച്ചിരുന്ന് ചോറ് കഴിക്കേണ്ട അവസ്ഥയായിപ്പോയല്ലോ. അയ്യാ, കൂടുതൽ വേദാന്തം പറയല്ലേ, കോഴിച്ചക്ക കഴിക്ക്. ചേട്ടത്തി എന്നെ കണ്ടുകൊണ്ടാന്ന് കാണുന്നേ. മീൻ പൊരിച്ചില്ലേ? അയ്യോ, നിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാനത് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. ഇതെങ്കിലും കിട്ടിയല്ലോ ഓർത്ത് നീ സന്തോഷിക്ക്. നീയിപ്പോ ഒരു വഴിയുള്ളടാ, നീ അവളെ അങ്ങ് മറന്നേരെ. നിനക്ക് സൂ വെച്ച് തുടങ്ങുന്ന വേറെ പെമ്പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. ആര് കാരണം കാണിച്ചു തരാന്ന്? സുഖം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറെ പെമ്പിള്ളേരെ നോക്കിയതാ. ഇനി ആ പാടുള്ളത് മറ്റേ സൈക്കോ സുചിത്ര മാത്രമേ ഉള്ളൂ. എടാ, സൈക്കോ എന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നല്ലേ. അവളുടെ ഉള്ളിൽ സ്നേഹിക്കാൻ പറ്റിയൊരു മനസ്സുണ്ടെങ്കിലോ? അയ്യ, ആളെ എവിടെ ചേട്ടത്തി? എനിക്ക് സുസ്മിത മാത്രം മതി. കാരണം എന്ന് വെച്ചാല് അവൾക്ക് നേരെയുള്ള സുന്ദരമായ പല്ലുണ്ട്. അത് ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ല. പല്ലോ? നീ പല്ല് നോക്കിട്ടാണോ പ്രേമിച്ചേ? പ്രേമത്തിന് കണ്ണു മൂക്കും ഇല്ലെന്നല്ലേ ചേട്ടത്തി. അതുകൊണ്ട് പല്ല് വേണം നമ്മൾ നോക്കാൻ. നീ എന്തൊക്കെയാടാ നീ പറയുന്നേ? അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചേട്ടത്തി. സൂയി തുടങ്ങി അടിങ്ങിയ പല്ലുള്ള പെങ്കൊച്ചിനെ കണ്ടാലേ ഞാൻ നോക്കിപ്പോവും. കാരണം അതിന്റെ ഒരു വീക്ക്നെസ് ആണ്. പോരാ കറിയൊന്നും പോടാ. ഡോക്ടറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കണ്ട, ഇങ്ങ് വാ. ചേട്ടാ, ഞാൻ പറയുന്നത് ചേട്ടൻ മനസ്സിലാക്കണം. എന്താണ്? സുസ്മിത ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചു പോയി. മൃഗവാൻ ഡോക്ടറെ പെങ്ങളായത് എന്റെ കുറ്റമാണോ? അത് എന്റെ ഹൃദയത്തിന് പറഞ്ഞാൽ മനസ്സിലാവോ? നീ നിന്റെ ഹൃദയത്തിന്റെ അടുത്ത് ഇപ്പൊ ഒന്നും പറയണ്ട, ഇങ്ങ് വാ, ഞാൻ പറയട്ടെ. ഇടിക്കാനാണോ? അല്ലടാ, നീ ഇവിടെ ഒന്നിരുന്ന് കഴിക്കണതിന് അകത്തൊന്നിരുന്ന് കഴിക്കാം. വാ. ചതിക്കാനാണോ? അല്ലെന്ന് പറഞ്ഞില്ലേ? വാടാ. എടീ, നീ പറഞ്ഞു മനസ്സിലായി. ഇടിക്കൂലായിരിക്കൂടെ അച്ഛല്ലേ? ഉള്ളത് തന്നെയല്ലേ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്, പറയട്ടെ. വാ, ഒരു കാര്യമുണ്ട്. നീ കഴിച്ചോ, നടന്നു കഴിച്ചോ. വാ. പിന്നെ കേറ്. പിന്നെ എന്നെ മൃഗപാലൻ ഡോക്ടർ വിളിച്ചിരുന്നു. ഇരിക്കടാ. സുസ്മിത നിന്റെ കാര്യം പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി പറഞ്ഞെന്ന്. എന്തോന്ന് പറഞ്ഞെന്ന്? എന്നെ അവർക്ക് ഇഷ്ടമാണെന്ന്. ചേട്ടൻ ചുമ്മാ എനിക്ക് പണിയാരാൻ നോക്കൂല്ലേ? അല്ലടാ, സത്യം. അല്ല, നിങ്ങൾ ഭയങ്കര ശത്രുക്കളല്ലായിരുന്നോ? കൂടപ്പിറപ്പുള്ള കാര്യം വരുമ്പോഴത്തേക്ക് ശത്രുത വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇത്രയും നാള് കല്യാണത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് കണ്ണാടി ലൈറ്റും ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കണ പെണ്ണായിരുന്നു അവളെന്ന്. ആദ്യമായിട്ടാണ് അവർക്ക് ഒരു ചെറുക്കനെ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അപ്പോഴേ അറിയാറ്. അങ്ങനെ ഒരു പെണ്ണ് സുമേഷിന്റെ മുഖത്തൊക്കെ ഇഷ്ടമല്ലെന്ന് പറയത്തില്ല. പിന്നെ അല്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാല? എങ്ങോട്ട്? കല്യാണം ആലോചിച്ച് പെണ്ണ് കണ്ടേ? പെണ്ണ് കാണാനോ? നിങ്ങൾ എന്തിനാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കല്യാണത്തിൽ കയറി പിടിക്കുന്നേ? എടാ, എന്നാലും ഒരു കല്യാണം കഴിക്കണ്ടേ? എന്റെ ചേട്ടാ ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കിയാലല്ലേ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചെറുക്ക ഒരുമാതിരി അഭ്യാസം കാണിക്കരുത് കേട്ടാ. ഇനി നമുക്ക് താല്പര്യമില്ലെന്ന് അവിടെ പോയി പറഞ്ഞാലേ അയാൾ എന്തെങ്കിലും പാര വെച്ച് എന്റെ ജോലി ഉറപ്പിക്കും. താല്പര്യമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ആലോചിച്ച് നോക്കട്ടെ. അവനും 3-4 ഓപ്ഷൻസ് ഉള്ളതല്ലേ, അതിന്ന് സെലക്ട് ചെയ്യാനായിരിക്കും. നീ സുസ്മിതയെ തന്നെ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ സുപ്രിയോ? എന്റെ ക്ഷമയെ പരീക്ഷിക്കണം കേട്ടാ. ചേട്ടൻ എന്തിനാ ചൂടാവുന്നേ? എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലേ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ അല്ലടാ അവളെ പറയാൻ നടന്നിട്ട് നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞേ. പുറകെ നടന്ന എന്റെ ചേട്ടൻ അങ്ങനെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നേ. പിന്നെ എന്താ ഇഷ്ടമല്ലെന്ന് വിചാരിക്കണം? ഞാൻ എന്താ പറയാ? നീ എന്താണ് പറയണത്? ഞാൻ പറയാണെന്ന് അങ്ങനെ ഒരു പെണ്ണിന് ഇഷ്ടമെന്ന് പറയുന്നേ. എനിക്ക് ആ പെണ്ണിനെ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കാൻ പോണ? ചേട്ടാ, അതുകൊണ്ട് ഒരു മേലെ എന്റെ ഗുണ്ടാശം കാണിക്കില്ല കേട്ടോ. ചൂണ്ടുന്നില്ല. ഗുണ്ടാശം കാണിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചേട്ടന് ഇഷ്ടമനുസരിച്ച് ഒരു കൊച്ചിനെ സെലക്ട് ചെയ്യാം. ചിലപ്പോ അവളായിരിക്കും, ചിലപ്പോ സുപ്രിയ ആയിരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അയ്യോ, ചുമ്മാരി അതങ്ങനെ ആയിപ്പോയി, നമുക്ക് അറിയാവുന്നല്ലേ. പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ നാളെ തന്നെ കല്യാണം നടത്തണ്ടല്ലോ. സമയം എടുത്തിട്ടല്ലേ കല്യാണം നടത്തുള്ളൂ. സമയം എടുത്തിട്ടൊക്കെ മതി. ഇവ അവക്കുള്ളതാണ്, അവള് എന്നുള്ളതാണെന്ന് പറയണ്ടേ? അതല്ല അതിന്റെ ഒരു കാര്യം. അതിന് സമാധാനപ്പെട്, നമുക്ക് വഴിയുണ്ടാക്കാം. പെമ്പിള്ളേരെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കളിക്കലാണോ നീ? അച്ഛമ്മ, നമ്മുടെ കണ്ണനെ ഡോക്ടർ ആക്കുന്നതിനെ പറ്റി അച്ഛമ്മയുടെ അഭിപ്രായം എന്താ? മനുഷ്യ ഡോക്ടറോ അതോ മൃഗ ഡോക്ടറോ? മനുഷ്യ ഡോക്ടർ. എനിക്ക് വലിയ താല്പര്യമില്ല. അതെന്താ? ഇല്ലാഞ്ഞിട്ട്. നല്ല സ്വഭാവം. താല്പര്യം ഇല്ലാഞ്ഞിട്ട്. ഓ ശരി. ഡോക്ടർ ആണെങ്കിൽ എനിക്കും താല്പര്യമില്ല. നമ്മളെ വീടിന്റെ ആ ഒരു ഗെറ്റപ്പും സെറ്റപ്പ് ഒക്കെ വെച്ച് നമുക്ക് കളക്ടർ ആക്കണേ നല്ലത്. കളക്ടറോ? അതാകുമ്പോ മഴ പെയ്യുമ്പോ ഒരു അവധിയും കൊടുക്കാം കൊച്ചു പിള്ളേർക്ക്. കൊച്ചു പിള്ളേരെ ഒരുപാട് അനുഗ്രഹം കിട്ടും അല്ലേ? അതിന് ശിവേട്ട ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ, മഴ പെയ്താൽ എന്താ? എടേ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കണത്? അതെ. മഴ പെയ്യുമ്പോ നെറ്റ് സ്ലോ ആവൂലേ? ശരിയാണല്ലോ. കളക്ടർ ഉറപ്പിക്കാം അല്ലേ? വരട്ടെ. ഈ വീട്ടിൽ മര്യാദയ്ക്ക് പഠിച്ച ചരിത്രം ഒരു കുഞ്ഞിന് പോലും ഇല്ല. അത് പറഞ്ഞു. അവൻ എന്റെ മോനാണ്. എന്റെ വീട്ടിൽ എല്ലാവരും നല്ലോണം പഠിക്കും.
നിന്റെ വീട്ടിൽ പഠിക്കണം പറഞ്ഞാൽ ഇവിടെ പഠിക്കണമെന്നല്ലോ ഉണ്ടോ? അത് നമ്മളെ കൂട്ടത്തിലുള്ളതല്ലേ, അന്നേരം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ കുഞ്ഞ് പഠിക്കണം കേട്ടോ, കളക്ടർ ആവണേ. അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അടി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാ കുറച്ചു നേരത്തേക്ക് നിർത്തിയേണ്ടി വരും. എന്താടാ ഇത് കണ്ടോ, അവിടെ സുസ്മിത അല്ല സുപ്രിയ സുസ്മിത. പല്ലും കാണിച്ചിട്ട് എനിക്ക് പോടാ അവിടെ ചിരിക്കാൻ അല്ല തിരിക്കുന്നത് മനോഹരായിരിക്കുന്നു. സൂപ്പർ അല്ലേ? അതെ അതെ കണ്ടടി കണ്ട എടാ ഇത് പല്ല് മാത്രല്ലേ ഉള്ളൂ, മുഖം കാണിക്കാൻ പറ്റുമോ? മുഖം അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, ആണോ? ഞാനങ്ങനെ കാണിക്കാറില്ല. ചിരിയാക്കടി, എന്ത് ചിരിയാ നോക്ക്. എനിക്ക് രണ്ടാമത്തെ പല്ല് ചിരിക്കാതെ ഇഷ്ടപ്പെട്ടെ. ചിരിക്കാതെ സിരിപ്പാലെ മയക്കാതെ അടക്കാതെ. ഇവന് വട്ടായി. ഇപ്പം കൊണ്ടുപോയി എന്തോ പല്ലി ശാസ്ത്രം എന്തോ പുതിയത്. ഇപ്പം കൊണ്ടുപോയി നടത്തി കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ കാറ് പിടിച്ചാൽ പറ്റും. ഇത് പണ്ടേ കിടത്തിക്കൊണ്ട് പോകേണ്ട ഗ്യാസാണ്. എന്താടി ഇവ ഇങ്ങനെ ആയിപ്പോയത്? എന്തുവാടാ സുമേ, നീ പല്ല് നോക്കിയാണോ പെമ്പിളാരെ കല്യാണം കഴിക്കുന്നത്? അത് നോക്കിയൊന്നുമല്ല, വേറെ ചില കാര്യങ്ങൾ നോക്കും. എന്തുവാന്ന്? കയ്യിൽ കാശുണ്ടോ നോക്കും, പേരിൽ സൂ ഉണ്ടോ നോക്കും. ഇവനെ കൂടി എന്തോ സൈക്കുകയാണ്, അതാണ്. എടാ നീ ഇതുവരെ ലൈൻ അടിച്ച പെമ്പിളാർക്കെല്ലാം പേരിൽ സൂ ഉണ്ടായിരുന്നു. എടി അത് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയതാ. ഇതിപ്പോ ഞാൻ അടുത്തടുത്ത തീരുമാനം. ഈ അടുത്തോ? ഈ അടുത്ത കാലത്തെടുത്ത തീരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാ, സുപ്രിയയുടെ പേരിലും സുസ്മിതയുടെ പേരിലും സൂ ഉണ്ട്, പിന്നെ അവരുടെ കയ്യിൽ കാശും ഉണ്ട്. ഇനി ഇതില് നല്ല പല്ലുള്ള ആരെങ്കിലും സെലക്ട് ചെയ്യണം. ഇത്ര ഒറ്റ അടി അടിച്ചെന്നുണ്ടല്ലോ എന്താ നോക്കളിയാ നല്ല പല്ല് നോക്കി കല്യാണം കഴിക്കുന്നവനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ നോക്കിക്കൂടെ? ഓ പല്ലി ശാസ്ത്രക്കാരാ വന്നിരിക്കുന്നത്. നമുക്ക് പോവാം ഇങ്ങോട്ടോ. അല്ലെ നോക്കളിയാ നിനക്ക് ഭ്രാന്താണ്ടോ? വേണ്ട ഇവർക്ക് ഒന്നും